വയനാട് ലോക്സഭാ മണ്ഡലം വീണ്ടും തിരഞ്ഞെടുപ്പ് ചർച്ചകളിൽ ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ വരവോടെ 2019 രാജ്യത്തെ പ്രധാന മണ്ഡലങ്ങളിലൊന്നായി മാറിയ വയനാട്ടിലെന്നാൽ സാഹചര്യങ്ങൾ പഴയതുപോലെയല്ല. ലോക്സഭയിൽ അടിസ്ഥാന ജനകീയ പ്രശ്നങ്ങൾ പോലും എത്തിക്കാൻ രാഹുൽ ഗാന്ധിക്കാകുന്നില്ല എന്ന വിമർശനവും ഇവിടെ ശക്തമാണ്. മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ എന്നിവയും കോഴിക്കോട്ടെ തിരുവമ്പാടിയും ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ എന്നീ മലപ്പുറത്തെ നിയമസഭാ മണ്ഡലങ്ങളും കൂടിച്ചേർന്നതാണ് വയനാട് ലോക്സഭാ മണ്ഡലം. തുടർച്ചയായി MI ഷാനവാസ് വിജയിച്ച മണ്ഡലത്തിലേക്ക് പിന്നീട് രാഹുൽ ഗാന്ധി എത്തിയതോടെ വയനാട് ദേശീയ ശ്രദ്ധയാകർഷിച്ചു. 4,31,770 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിജയം. 2019 ആകെ 10,89,999 വോട്ടുകളാണ് വയനാട് മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത്. ഇടയ്ക്കിടെ മാത്രം എത്തുന്ന MPക്കെതിരെ പ്രതിഷേധവും വിമർശനവും ഇവിടെ ശക്തമാണ്. വന്യമൃഗശല്യം, ദേശീയപാതയിലെ രാത്രികാല ഗതാഗത നിരോധനം, കാർഷിക മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ എന്നിങ്ങനെ വയനാട് അനുഭവിക്കുന്ന ദുരിതങ്ങൾ നിരവധിയാണ്. ഇതൊന്നും പരിഹരിക്കാനുതകുന്ന നടപടികൾ MPയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല എന്നതാണ് രാഹുൽ നേരിടുന്ന പ്രധാന വിമർശനം. രാഹുൽ ഗാന്ധി ഒരു MP എന്നുള്ള നിലയിൽ പൂർണ്ണ പരാജയമാണെന്നാണ് പാർട്ടിയുടെ അഭിപ്രായം. കാരണം വയനാട്ടിലുണ്ടാകുന്ന വിഷയങ്ങൾ ഇടപെടാനോ അത് കേന്ദ്രത്തിൽ ഫലപ്രദമായി അവതരിപ്പിക്കാനോ അദ്ദേഹത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം പാർലമെന്റിൽ പങ്കെടുത്ത എണ്ണത്തിന്റെ കണക്ക് തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്, യോഗങ്ങളിൽ തന്നെ. സജീവമായി വയനാടിനായി പ്രവർത്തിക്കുന്ന MPയാണ് ദേശീയ മുഖത്തേക്കാൾ മണ്ഡലത്തിന് ആവശ്യമെന്നതിലൂന്നിയാണ് LDF വരുന്ന തെരഞ്ഞെടുപ്പിലും നിലപാട് സ്വീകരിക്കുക. CPI ആണ് മണ്ഡലത്തിൽ LDFൽ നിന്ന് മത്സരിക്കാറ്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന PP സുനീറിന് 2,74,597 വോട്ടുകളാണ് കഴിഞ്ഞ തവണ ലഭിച്ചത്. NDAയും മണ്ഡലം ദേശീയ ശ്രദ്ധയിലെത്തിയതോടെ തുഷാർ വെള്ളാപ്പള്ളിയെ മത്സരിപ്പിച്ച് സാന്നിധ്യം അറിയിച്ചിരുന്നു. എന്നാൽ ഒതുങ്ങിയത് 78,816 വോട്ടുകളിൽ. ഇത്തവണ മറ്റൊരു പ്രമുഖൻ മണ്ഡലത്തിലെത്തിയേക്കാം. രാഹുൽ തന്നെ ഇത്തവണയും മണ്ഡലത്തിലെത്തുമെന്നാണ് സൂചനകൾ. അയോഗ്യതാ പ്രശ്നമുയർന്നപ്പോൾ രാഹുൽ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. No, if you disqualify Rahul Gandhi, his relationship with Wayanad will become even stronger. His love for the people of Wayanad will become even stronger, and the love that the people of Wayanad have for him will become stronger. രാഹുൽ മത്സരിച്ചാൽ പ്രതിപക്ഷ ഐക്യ സമവാക്യങ്ങളിൽ നിന്ന് രാഷ്ട്രീയ വിമർശനങ്ങളെ കൂടി എന്നാൽ അതിനായി മറികടക്കേണ്ടി വരും. കർഷകരും കർഷക തൊഴിലാളികളും ഗോത്ര വിഭാഗങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന അടിസ്ഥാന ജനതയാണ് വയനാട്ടിലേത്. അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും നിരവധി. വയനാട്ടിൽ നിന്ന് പ്രധാനമന്ത്രി എന്ന ക്യാമ്പയിനോ ദക്ഷിണേന്ത്യൻ സാധ്യതകൾ ഉറപ്പിക്കാനെന്ന രാഷ്ട്രീയ പരീക്ഷണവുമായി സ്ഥാനാർത്ഥിത്വത്തെ സ്ഥാപിച്ചാൽ വലത് മണ്ഡലമെന്ന ഉറപ്പിൽ മാത്രം അത് ഇത്തവണ വിജയിക്കില്ല. അതിനാൽ തന്നെ ശക്തമായ മത്സരം തന്നെയാണ് പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വയനാട്ടിൽ നടക്കുക. അതിൽ രാഹുൽ ഗാന്ധി ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും. അനൂപ് KR, കൈരളി ന്യൂസ്, വയനാട്.